ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടാണ്. വണ്ടി കിക്കർ അടിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല, സെൽഫ് കൊടുക്കുന്നുണ്ടായില്ല. കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാവും, ആക്സിലേറ്റർ കൊടുക്കും, വണ്ടി ഓഫായി പോകും. അതാണ് കംപ്ലൈൻറ്റ് ആയിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ആ സെക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു. ഞാനിത് അഴിച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കാരണം കാർബറേറ്റർ സാധാരണ ക്ലീൻ ചെയ്താൽ ചിലത് ചൊവ്വായി കിട്ടാറില്ല, മാറ്റേണ്ടി വരാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കിയിട്ട് റെഡി ആവുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റുന്ന ആ ഒരു കംപ്ലൈൻറ്റ് പറയാമെന്നുള്ള കാരണമാണ് ആ രീതിയിൽ ചെയ്തത്. അപ്പോൾ കാർബറേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റാക്കി. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ സ്ലോ ജെറ്റ്, അതേപോലെ തന്നെ ഫ്ലോട്ടിൻ്റെ വാൽവ്, ഈ രണ്ട് വാൽവും സ്ലോ ജെറ്റും മാറ്റിയിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്, മൊത്തത്തിൽ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എയർ ഫിൽറ്ററും ഈ പ്ലഗും മാറ്റിയിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എഞ്ചിനിൽ ഓയിൽ ലെവൽ വളരെ കുറവായിരുന്നു, അത് ലെവൽ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വണ്ടി ഓടണേന് പ്രശ്നമില്ല. അതായത് ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റൊക്കെ മാറിയിട്ടുണ്ട്. അത് ഈ എയർ ഫിൽറ്ററും കാർബറേറ്റർ പ്ലഗ് ആ സെക്ഷൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ വണ്ടി സെൽഫ് വർക്ക് ചെയ്യണില്ല, സെൽഫ് മോട്ടർ എടുക്കണില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫിൻ്റെ കാർബണൊക്കെ പോയി കിടക്കുകയാണ്. ഇതിനകത്ത് കാർബൺ മൊത്തം ടോപ്പ് സെറ്റൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ ആർമേച്ചറിനൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കേസ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പ് സെറ്റ് ഇതേപോലെ മേടിക്കാനായിട്ട് കിട്ടും. അസംബ്ലി ആയിട്ട് മേടിച്ച് മാറ്റിയിട്ടാൽ മതി. ഏകദേശം 451 രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് തന്നെ. അതായത് ഇതേപോലെ തന്നെ യൂണിറ്റ്. ഇതിപ്പോൾ നമ്മൾ അതിക്ക് മുമ്പ് സോൾഡറൊക്കെ ചെയ്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് പിടിപ്പിച്ചാണ്. പക്ഷെ അത് നിൽക്കുന്നില്ല. കംപ്ലൈൻറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതേപോലെ മേടിച്ച് മാറ്റാനാണ് പറ്റുള്ളൂ. ഏകദേശം 451 രൂപ നമുക്ക് റേറ്റ് വന്നുണ്ട്. ഇതിട്ട് സെറ്റ് ചെയ്താലും ഈ ആർമേച്ചറിന് ഈ തേയ്മാനം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മൂളൽ സൗണ്ട്, ഒരു എരമ്പൽ സൗണ്ട് കാണിക്കും. അത് ആ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ മാത്രം ആ ഒരു ശബ്ദ വ്യത്യാസം കാണിക്കും. അതൊഴിച്ചാൽ ബാക്കിയത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമുക്ക് ഈ ആർമേച്ചർ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ മോട്ടർ അസംബ്ലി ആയിട്ട് മാറ്റേണ്ടി വരും. മോട്ടർ അസംബ്ലി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1500 രൂപ മുകളിൽ നമുക്ക് എന്തെങ്കിലും അതിന് റേറ്റ് വരും. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. തന്നെയല്ല വണ്ടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അതും പ്രകാരം ഒരുപാട് പൈസ നമുക്ക് കയറ്റുന്നതിലും വലിയ കഥയില്ല. അപ്പോൾ ഞാൻ ആ സെൽഫ് മോട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ടോപ്പ് സെറ്റ് ഉൾപ്പെടുത്തി ബാക്കിയത്തെ ഈ പറഞ്ഞ ചെയ്ത വർക്ക് എടുക്കും. കാർബറേറ്റർ ക്ലീനിങ്, എയർ ഫിൽറ്റർ പ്ലഗ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് അതനുസരിച്ചിട്ട് വേണം ബാക്കിയത്തെ വർക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ മോട്ടർ ബാക്കിയത്തെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഓക്കെ ആക്കിയിട്ടുണ്ട്. സെൽഫുമായി ബന്ധപ്പെട്ട കേസ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടോ.